മിന്നുന്ന വിജയമാണ് പാലക്കാടും വയനാടും കോൺഗ്രസ് നേടിയത്. കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു വെരി മച്ച്. അങ്ങനെയൊക്കെ നല്ല അഭിനന്ദനങ്ങളും ആശംസകളും വരുമ്പോഴും BJP പറയുന്ന ഒരു ആക്ഷേപം ഇപ്പോൾ CPM പറയുന്നുണ്ട്, തീവ്ര വലതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസ് വാങ്ങിയെന്ന്, പ്രത്യേകിച്ച് SDP-യുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചതെന്ന്. എന്താണ് ആക്ഷേപത്തിന്? ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിക്ക് ആര് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ ബോധറിയുന്നൊരു വിഷയമല്ല. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായ സഖ്യവും നീക്കവുമുള്ള ആളുകളെക്കുറിച്ച് എല്ലാ ആളുകൾക്കും അറിയാം. അതല്ലാത്ത പാർട്ടികളിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മഹത്വവും സ്ഥാനാർത്ഥിയുടെ വലിമയാണ്. അതുകൊണ്ട് അതിന് അവരെ വോട്ട് ചോദിച്ചു വാങ്ങി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനം അത് അസ്ഥാനത്താണ്, അടിസ്ഥാനരഹിതമാണ്. ഞങ്ങൾ മുന്നണി സംവിധാനത്തിലുള്ള വോട്ടർമാരെ വോട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം, ചെയ്തിട്ടുണ്ടാവാം. അത് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക്? അല്ല, ആരാ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയോ? ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊരു വിഷയമായി എടുക്കുന്നത് ബുദ്ധിയില്ലായ്മയാണ്. ഈ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു. വലിയ തോതിൽ BJPക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് പാലക്കാട് വിജയത്തെ തുടർന്ന്. സ്വാഭാവികമായും BJPക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ആത്യന്തിക ഫലം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരെ പാർട്ടിക്കകത്തും വലിയ ഗ്രൂപ്പിസമാണ്. ആ ഗ്രൂപ്പിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അത് അവരുടെ കാര്യം, നമുക്കതിൻ്റെ അകത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ചോദ്യം, ചേലക്കര ഇപ്പോൾ ഇന്ന് രാവിലെ കൊടിക്കുന്നില്ല കണ്ടു. ചേലക്കരയിൽ നമ്മുടെ വോട്ട് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കുറയ്ക്കാൻ കഴിയാത്തതിൽ എന്തെങ്കിലും സംഘടനാപരമായ ഒരു പ്രശ്നമുണ്ട്? അത് പിന്നെ ഒരു വലിയ എടുത്തു വെച്ച് പറയാൻ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ 40,000 വോട്ട് ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചത്. ഇത്തവണ അവർ 11,000 ചില്ലാനം വോട്ടാണുള്ളത്. എത്രയോ വോട്ട് കുറഞ്ഞില്ലേ? പ്രവർത്തനം കൊണ്ട് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ ഞങ്ങളുടെ ഭാഗത്ത് പാളിച്ച ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പാളിച്ച കൊണ്ടല്ല, അവിടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒറ്റ കാര്യം നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ചല്ലോ, SDP-യുടെ കാര്യം പറയുന്നത്. അങ്ങനെ ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? CPM ഒക്കെ SDP വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് ജയിച്ചത് എന്ന് CPM ആരുടെ വോട്ടാ വാങ്ങാത്തത്? CPM ആരുടെ പിന്തുണ തേടാത്തത്? CPM എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മേലെ പഴിചാരി അവർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവരാരുടെ വോട്ടാണ് അവർ വാങ്ങാത്തത്? അത്രയേ ഉള്ളൂ. ഞങ്ങളെ കോൺഗ്രസ് അവിടെ ശക്തി പ്രാപിച്ചു എന്ന് വരാതിരിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പ്രചരണം. ആ പ്രചരണത്തിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. പ്രചരണം എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ കാര്യങ്ങൾ തന്നെയാണ് കെ സുധാകരൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് റിപ്പോർട്ടർ TVക്ക് നൽകിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.